ഗൈസ്, ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ ജാലകം അടയ്ക്കാനൊക്കെ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ട്രാൻസ്ഫറുകളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒഫീഷ്യലി ഇതേവരെ വന്നിട്ടില്ല. അതായത് ചിംഗ്ലൻ സന ഹൈദരാബാദ് FC വിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം ഹൈദരാബാദ് FC എന്ന് പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ പോകുന്നൊരു സാഹചര്യത്തിലാണുള്ളത്. അവരുടെ ഒരു സാലറിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും ഉണ്ട്. ഏതായാലും താരം ബംഗളൂരു FC ഒരു മൂവ് നടത്തുമെന്നുള്ളതാണ് ഇപ്പം വ്യത്യസ്ത മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ഒരു നടക്കാനുള്ള പോസിബിലിറ്റി ഹൈ ആണ്. ബംഗളൂരു FCയും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു. കാരണം അവർക്ക് ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ ജിങ്കം പോയി, പകരം ഒരു പ്രോപ്പർ ഇന്ത്യൻ സെൻട്രൽ ബാക്കിൽ നിന്ന് അവർക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ ഒരു പകരക്കാരൻ എന്നതിൽ ഫസ്റ്റ് ലെവലിൽ വെക്കാൻ പറ്റുന്ന ഒരു സെൻട്രൽ ബാക്കിനെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ദി ചാൻസസ് ആർ വെരി ഹൈ എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയേണ്ടത്. ഇനി അടുത്തൊരു കാര്യം, റോസ്റ്റിൻ ഗ്രിഫിത്സ് എന്ന് പറഞ്ഞ മുംബൈ സിറ്റി FC ഓസ്ട്രേലിയൻ സെൻട്രൽ ബാക്കായും ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടും ഒക്കെ കളിക്കുന്ന ഒരു താരമായിരുന്നു. അദ്ദേഹവും മുംബൈ സിറ്റി FCയുമായിട്ട് വേർപിരിയുന്നു. 2022 മുതൽ മുംബൈ സിറ്റി FCയുടെ ഭാഗമായിട്ട് കളിക്കുന്ന ഒരു താരമാണ്. അവരുടെ അന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവരുടെ ഒരു ഫസ്റ്റ് ചോയ്സ് പ്ലെയർ എന്ന നിലയിൽ തന്നെ കളിച്ചു വന്നിരുന്ന ഒരു താരമാണ്. അവരോടൊപ്പം ഷീൽഡൊക്കെ വിൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ സീസണിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പം രണ്ടാമത്തെ തവണയാണ് ഒരു സസ്പെൻഷൻ കിട്ടുന്നത്. ഇപ്പോൾ ISL ഒരു പ്രശ്നം നേരിടുന്നു. ഇപ്പോൾ സൂപ്പർ കപ്പിലും അദ്ദേഹം ഒരു പ്രശ്നം, റെഡ് കാർഡ് കിട്ടി, പിന്നെ താരത്തെ ഇടിച്ചിട്ടു എന്നൊക്കെയുള്ള തരത്തിൽ അദ്ദേഹത്തിന് ഒരു സസ്പെൻഷൻ വരുന്നൊരു സാഹചര്യത്തിലാണുള്ളത്. അതായത് ഇനി ക്ലബിനുള്ളിൽ ഇപ്പം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് അറിയത്തില്ല. പ്രത്യേകിച്ച് ഈ ഒരു സീസണിലേക്കൊക്കെ വരുന്നൊരു സമയത്താണ് അദ്ദേഹം ഇത്രയും ഇങ്ങനത്തെ സസ്പെൻഷൻ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നത്. എന്തെങ്കിലും അൺഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അതിൻ്റെ ഇടയിലൂടെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല. ഏതായാലും മുംബൈ സിറ്റി FCയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട താരത്തെ തന്നെയാണ് നഷ്ടമാകുന്നത്. ഏതൊരു രൂപത്തിൽ അത് റീപ്ലേസ് ചെയ്യും, പ്രത്യേകിച്ച് ഒരു AFC പ്ലെയർ കൂടിയാണ്. അപ്പോൾ ഏത് രൂപത്തിൽ അത് റീപ്ലേസ് ചെയ്യപ്പെടും എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും നോക്കി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ പ്രഗ്യാൻ ഗൊഗോയ് എന്ന് പറഞ്ഞിട്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടുള്ള താരമാണ്. അദ്ദേഹവും ക്ലബ്ബുമായിട്ട് വേർപിരിയുന്നു. നമുക്കറിയാം KBFCയുടെ ഒരു അക്കാഡമി ഇതിലൊക്കെ ഉണ്ടായിരുന്ന പ്ലെയറാണ്. അണ്ടർ 18 കളിച്ചിട്ടുണ്ട്, അണ്ടർ 18 ക്യാപ്റ്റനൊക്കെ ആയിരുന്നു. പിന്നീടാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്ക് താരം എത്തുന്നത്. അതിലും താരം ഏതൊരു ക്ലബ്ബിലേക്കാണ് ചേക്കേറാൻ പോകുന്നതെന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. നമുക്കറിയാം പാർത്ഥിവ് ഗൊഗോയ് എന്ന് പറയുന്ന ഇപ്പം ഒരു സെൻസേഷനായിട്ട് നിൽക്കുന്ന ഒരു താരം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു എൽഡർ ബ്രദർ കൂടിയാണ് പ്രഗ്യാൻ ഗൊഗോയ്. അതുപോലെ ഒഡീഷ FCയുമായി ബന്ധപ്പെട്ട 2 ട്രാൻസ്ഫറുകളാണ്. ദേവൻ സാവ്നി എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു യങ് ഡിഫൻഡർ, 22 വയസ്സ് മാത്രം പ്രായമുള്ള താരമാണ്. അദ്ദേഹം ഡെംബോ SC എന്ന് പറഞ്ഞിട്ട് I-League 2 കളിക്കുന്ന ഗോവൻ ജയൻസ് ആയിട്ടുള്ള ക്ലബ്ബാണ്. ആ ഒരു ക്ലബ്ബിലേക്ക് ഒരു പെർമനൻറ്റ് ഡീലൊരു മൂവ് നടത്തുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഒഡീഷ FC താരമായിട്ടുള്ള ലാലിൻ സംഗാർ എന്തലെ എന്ന് പറഞ്ഞിട്ടുള്ള താരം, അദ്ദേഹത്തെ ഗോകുലം കേരള FCയിലേക്ക് ക്ലബ്ബ് ഒരു ലോണിലേക്ക് വിടുകയാണ്. ഒരു മിഡ്ഫീൽഡറായിട്ടുള്ള താരമാണ്. AFFൻ്റെ എലൈറ്റ് അക്കാഡമിയിൽ നിന്നൊക്കെ വളർന്നു എന്നുള്ള താരം പിന്നീട് ഇന്ത്യൻ ആദർസിലൊക്കെ അടക്കം കളിച്ചിട്ടുണ്ട്. ഒരു ഗെയിം ടൈം എന്നുള്ളൊരു ലക്ഷ്യം കണ്ടുകൊണ്ടായിരിക്കണം ഗോകുലം കേരള FCയിലേക്ക് താരത്തെ വിടുന്നത്. ഏതായാലും ഇനിയിപ്പോൾ ഒരു ഡെഡ് ലൈൻ ഡേ ഒക്കെ എടുക്കുന്ന സമയത്ത് ജനുവരി ട്രാൻസ്ഫർ ജാലകം ഇനിയും ക്ലബ്ബുകളൊക്കെ എങ്ങനെ ഉപയോഗിക്കും, ഇനി എന്തൊക്കെ കൂടുമാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഏതായാലും ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായും കമ്പോസിറ്റ് കാണിക്കുകയാണെന്ന് സനിയ.